നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി ഗണേഷ് കുമാർ KSRTCയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ഓരോ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് ആദ്യം ചില ഭാഗത്തു നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത്. എന്നിരുന്നാലും തൻ്റെ ഐഡിയകളെല്ലാം തന്നെ അത് എത്രയും വേഗത്തിൽ പ്രായോഗികമാക്കാനാണ് മന്ത്രി ഗണേഷ് കുമാർ പെടാപ്പാടുപെടുന്നത്. ഏതായാലും ഇപ്പോൾ KSRTCയെ സംബന്ധിച്ച് ഒരു നല്ല വാർത്തയാണ്. കാരണം കുറഞ്ഞ ചെലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്ന KSRTCയുടെ ബജറ്റ് ടൂറിസം സെൽ നേടുന്നത് കോടികളുടെ വരുമാനമാണ്. ഇതുവഴി സർക്കാരിനാണ് വലിയ ലാഭം ഉണ്ടാകുന്നത്. 2021 നവംബറിലാണ് യാത്രകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 29 കോടി രൂപയാണ് വരുമാനം. കണ്ണൂർ ബജറ്റ് ടൂറിസം സെൽ യൂണിറ്റാണ് വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത്, 2,53,00,000. 2022 ഫെബ്രുവരിയിലാണ് കണ്ണൂർ യൂണിറ്റിൽ പദ്ധതി ആരംഭിച്ചത്. വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത് ദീർഘദൂര യാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് കണ്ണൂർ യൂണിറ്റിന് നേതൃത്വം നൽകുന്ന V മനോജ് കുമാർ, P ഗിരീഷ് കുമാർ, KJ റോയ്, KR തൻസീർ എന്നിവർ പറഞ്ഞു. 50ഓളം യൂണിറ്റുകളിലാണ് നിലവിൽ KSRTC ബജറ്റ് ടൂറിസം പ്രവർത്തിക്കുന്നത്. വരുമാനം ഉയരുന്നത് കണക്കിലെടുത്ത് എല്ലാ യൂണിറ്റുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനും വിപുലമാക്കാനും KSRTC ആലോചിക്കുന്നുണ്ട്. വിനോദസഞ്ചാര വനം വകുപ്പുമായി ചേർന്നാണ് ടൂർ പാക്കേജുകൾ നിശ്ചയിക്കുന്നത്. 9,000-ലധികം ട്രിപ്പുകളാണ് ഇതുവരെ നടത്തിയത്. 5 ലക്ഷം പേർ യാത്രയും ചെയ്തു. അതേസമയം തിരുവനന്തപുരത്ത് വിയോജിപ്പുകൾ മറികടന്ന് കുറുക്കുവഴിയിലൂടെ സിറ്റി സർക്കുലറുകളുടെ നിരക്ക് ഉയർത്തിയിരിക്കുകയാണ് KSRTC. നഗരത്തിലെ ജനപ്രിയ സർവീസുകളായ സിറ്റി സർക്കുലറുകളെ സിറ്റി ഫാസ്റ്റുകളായി മാറ്റിയാണ് നിരക്ക് ഉയർത്തൽ. 10 രൂപയ്ക്ക് നഗരത്തിൽ എവിടെയും സഞ്ചരിക്കാം എന്നതായിരുന്നു സിറ്റി സർക്കുലറുടെ പ്രത്യേകത. ഇതാണ് സിറ്റി ഫാസ്റ്റുകളായി KSRTC അട്ടിമറിച്ചത്. ഈ ബസ്സുകൾ നഷ്ടമാണെന്ന വാദം ഉന്നയിച്ച് നിരക്കുയർത്താനുള്ള ശ്രമം CPM ഇടപെട്ട് തടഞ്ഞതിന് പിന്നാലെയാണ് കുറുക്കുവഴി നീക്കം. 8 സർക്കിളുകളിൽ നിന്ന് 2 ബസ്സുകൾ വീതം പിൻവലിച്ചിട്ടുണ്ട്. ഈ ബസ്സുകൾ തമ്മിലെ സമയദൈർഘ്യം 15 മിനിറ്റിൽ നിന്ന് 25 മിനിറ്റായി ഉയർത്തി. കോർപ്പറേഷന്റെ സാമ്പത്തിക സഹായത്തോടെ വാങ്ങിയ ബസ്സുകൾ ഇപ്പോൾ നഗരത്തിന് പുറത്തേക്കാണ് വിന്യസിച്ചത്. കിഴക്കേക്കോട്ടയിൽ നിന്ന് നെയ്യാറ്റിൻകര, വെഞ്ഞാറമൂട്, അയിരൂർ പാറ, പോത്തൻകോട്, വൈങ്ങാനൂർ, RCC എന്നിവിടങ്ങളിലേക്കാണ് ഈ ബസ്സുകൾ ഫാസ്റ്റായി ഓടുന്നത്. മിനിമം നിരക്ക് 12 ഉയരും. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ അടുത്തിടെ ലഭിച്ച 60 ബസ്സുകൾ സിറ്റി സർക്കുലറിന്റെ 2ാം ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ മന്ത്രി മാറിയതോടെ നയവും മാറി. പകരം പോയിന്റ് ടു പോയിന്റ് എന്ന പേരിൽ മറ്റൊരു സർവീസായി രംഗത്തിറക്കി. ഇവർക്കും കൂടിയ നിരക്കാണ് ഈടാക്കുന്നത്. റൂട്ട് പരിഷ്കരണത്തിലൂടെ നിരക്ക് ഉയർത്താനുള്ള ശ്രമം ഊർജിതമാണ്. 30 രൂപയ്ക്ക് ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്യാൻ കഴിയുന്ന ഗുഡ് ഡേ ടിക്കറ്റുകൾ മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കി. മിനിമം നിരക്കിൽ യാത്ര ചെയ്യാവുന്ന ദൂരം കുറച്ചു. ഈ ശ്രേണിയിൽ അവസാന നീക്കമാണ് ഫാസ്റ്റിലേക്കുള്ള മാറ്റം. 110 ബസ്സുകളായി ദിവസം 80,000 യാത്രക്കാർ എന്ന നിലയിൽ സംസ്ഥാനത്തെ ഏറ്റവും നിരക്ക് കുറഞ്ഞ പൊതുഗതാഗത സംവിധാനമായിരുന്നു സിറ്റി സർക്കുലർ. നഗരത്തിലെ ഗതാഗത ആവശ്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് വിവിധ റൗണ്ട് ട്രിപ്പുകളായി തിരിച്ചാണ് ഈ ബസ്സുകൾ വിന്യസിച്ചത്. 7,200 കോടി രൂപ മുതൽ മുടക്കിയ കൊച്ചി മെട്രോയ്ക്ക് തുല്യമായ യാത്രക്കാരെയാണ് 110 കോടി രൂപ മുടക്കി 110 ബസ്സുകൾ വാങ്ങി ആരംഭിച്ച സിറ്റി സർക്കുലറിനും ലഭിച്ചത്. 250 ഈ ബസ്സുകൾ വിന്യസിച്ച് തലസ്ഥാനത്ത് സിറ്റി സർക്കുലർ വിപുലപ്പെടുത്താൻ ഇരിക്കെയാണ് മന്ത്രി ആന്റണി രാജു സ്ഥാനമൊഴിഞ്ഞത്. നിരക്ക് കുറഞ്ഞ ഈ ബസ്സുകൾ സംസ്ഥാന സർക്കാരിന്റെ നയമാണെന്ന് ആവർത്തിക്കുമ്പോഴും പുതിയ പരിഷ്കാരങ്ങൾ സിറ്റി സർക്കുലറിനെ പിന്നോട്ടടുപ്പിക്കുകയാണ്.